പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പരിശുദ്ധ വലിയ നോമ്പ് കാലമാണല്ലോ ഇത്. രണ്ടാം ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. രണ്ടാം ആഴ്ച ഏതാണ്ട് പൂർത്തിയായി. മൂന്നാം ആഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്ന് മൂന്നാം ഞായറാഴ്ചയാണ്. നോമ്പിലെ മൂന്നാം ഞായറാഴ്ചയായ ഇന്ന് തളർവാദ രോഗിയെ സൗഖ്യമാക്കുന്ന സംഭവമാണ് പ്രത്യേകമായി അനുസ്മരിക്കുന്നത്. തളർന്നു കിടക്കുകയാണ് രോഗി. ആ തളർച്ചയെ കർത്താവ് മാറ്റി എഴുന്നേൽപ്പിച്ച് നടത്തുമാറാക്കുകയാണ്. അങ്ങനെ നടത്തുന്നു എന്നുള്ളതിന് തെളിവായി അയാൾ കിടക്കയെടുത്തുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഈ അവസരം പ്രത്യേകമായി ഒരു ദൈവവചനം നമ്മളുടെ ശ്രദ്ധയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ ആവർത്തിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, സൂക്ഷിച്ചുകൊള്ളുവീൻ. ഇന്നത്തെ നമ്മുടെ പ്രത്യേകമായ പഠനത്തിനായി സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന വാക്യശകലം നമുക്ക് സ്വീകരിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 5, 9, 23, 33 എന്നിങ്ങനെ 4 വാക്യങ്ങളിലായി 4 പ്രാവശ്യം സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് രേഖപ്പെടുത്തുന്നു. നമ്മളുടെ ശാരീരികമായ തളർച്ച നമ്മളെ നിലംപരിയാക്കും. എഴുന്നേൽക്കാൻ ആവാതെ വരും വിധം നമ്മളെ തളർത്തിക്കളയും. അതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് ശക്തിയോടെ നിലകൊള്ളുവാൻ, ശക്തിയോടെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു വാചകമാണ് സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നുള്ള കർത്താവിൻ്റെ പ്രത്യേകമായ സൂചന. സൂക്ഷിച്ചുകൊള്ളുവീൻ. നമ്മളുടെ ജീവിതത്തെ നമ്മൾ സമഗ്രമായി സൂക്ഷിക്കേണ്ടതുണ്ട്. വീണുപോകാതിരിപ്പാൻ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ, പൈശാചിക ബന്ധനങ്ങളിലാവാതിരിപ്പാൻ, ഇങ്ങനെ ഒട്ടേറെ തെറ്റായ കാര്യങ്ങളിൽ നമ്മളുടെ മനസ്സ് വ്യാപരിക്കാതിരിക്കുവാൻ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. കർത്താവ് തന്നെ പറയുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. കുഞ്ഞുങ്ങളെ, നമുക്ക് കൊച്ചു കൊച്ചു കൂട്ടുകാർ കാണും, നമ്മളെ തെറ്റിക്കുന്ന കൂട്ടുകാർ. അവരിൽ നിന്ന് മാറി നിന്നുകൊള്ളണം, സൂക്ഷിക്കണം. രണ്ടാമത് പറയുകയാണ്, നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വിചാരങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, ഉള്ളറയിൽ നിന്ന് പൊന്തി വന്ന് വായിലൂടെ പുറത്തേക്ക് പോകുന്ന വാക്കുകൾ, നമ്മളുടെ കൂട്ടുകാർ വഴിയായി വരുന്ന ചില പ്രേരണകൾ, പരീക്ഷകൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്നുള്ളതാണ്. നിങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് അകറ്റി കളയുന്നതിന് ചില പ്രേരണകൾ ചിലരിലൂടെ വരും. അവരെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. കർത്താവ് ഏത് സമയത്തും വരാം. നമ്മെ വിളിച്ച് തൻ്റെ സന്നിധിയിലേക്ക് ഈ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളാം. അത് രണ്ടാമത്തെ വരവിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ മരണം വഴിയാവാം. സൂക്ഷിച്ചു കൊള്ളണം. ഈ നോമ്പ് കാലത്ത് സവിശേഷമായി സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നുള്ള വാചകം വളരെ പ്രധാനമാണ്.
പിതാക്കന്മാർ പറയും, ഖാദ് കർസോ ഖഫീൻ ഹൗനു ഖാത്തി. എന്താണ് അതിൻ്റെ അർത്ഥം? ഉദരം ഉപവസിക്കുമ്പോൾ ബുദ്ധി സൂക്ഷ്മതയുള്ളതായിത്തീരും, കൂർമ്മതയുള്ളതായിത്തീരും. ഇതാണ് കർത്താവ് പറയുന്നത്, സൂക്ഷിച്ചു കൊള്ളുവീൻ എന്നതിൻ്റെ അർത്ഥം. ഈ നോമ്പ് കാലത്ത് മുൻപറഞ്ഞ അബദ്ധങ്ങളിൽ നിന്ന്, പ്രതികൂലതകളിൽ നിന്ന്, പൈശാചികമായ പ്രേരണകളിൽ നിന്ന് നമ്മളെ തന്നെ സംരക്ഷിക്കുവാൻ, സൂക്ഷിച്ചു കൊള്ളുവാനുള്ള ഒരു ഉപായം നമ്മൾ ഉപവാസം അനുഷ്ഠിക്കണമെന്നുള്ളതാണ്. ഉദരം ഉപവസിക്കുമ്പോൾ ബുദ്ധി സൂക്ഷ്മതയുള്ളതായിത്തീരും. ബുദ്ധി സൂക്ഷ്മതയുള്ളതായിത്തീരുമ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ നമുക്ക് കെൽപ്പുണ്ടാകും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ നോമ്പ് കാലത്ത് നമ്മളുടെ തളർച്ചയിൽ നിന്ന്, ആധ്യാത്മികമായ തളർച്ച, മാനസികമായ ഒരു തളർച്ച, അതിൽ നിന്നെല്ലാം നമ്മൾ ഉണർന്നെഴുന്നേൽക്കുവാൻ, അതിൽ നിന്നെല്ലാം നമ്മൾ അതിനെ അതിജീവിച്ച് സൂക്ഷ്മതയുള്ളവരായ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ, കൊണ്ടുപോകുവാൻ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ 40 നോമ്പ്, ഈ വലിയ നോമ്പ് കാലം നമ്മൾ ഉപവാസം അനുഷ്ഠിക്കണം എന്ന് പിതാക്കന്മാർ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. നമ്മളുടെ ജീവിതത്തെ സൂക്ഷ്മതയുള്ളതായി നിലനിർത്തുവാൻ ഉപവാസം ഒരു വലിയ ഉപായമാണ്, ആധ്യാത്മികമായ ഒരു ചര്യയാണ് എന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട്, ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മളുടെ ബുദ്ധിയെ സൂക്ഷ്മതയുള്ളതാക്കി തീർത്ത്, നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് സൂക്ഷ്മതയോടെ ദൈവസന്നിധിയിൽ വ്യാപരിപ്പാൻ ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ ഈ നോമ്പുകാലം അനുഗ്രഹീതമാവട്ടെ. തളർന്നു പോകാതിരിപ്പാൻ, വീണുപോകാതിരിപ്പാൻ നമുക്ക് സൂക്ഷ്മതയോടെ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ നയിക്കുവാൻ ഈ നോമ്പുകാലം നമുക്ക് പ്രത്യേക പരിശീലനത്തിൽ ഏർപ്പെടാം. തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.